നമ്മുടെ ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ മൊഡ്യൂൾ 9 വരുന്ന മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ ഒരു ചെറിയ പോർഷനാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. നോക്കിക്കേ, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ദ പ്രോസസ് ഓഫ് ഡിവൈഡിങ് എ ലാർജ് മാർക്കറ്റ് ഇൻറ്റു സ്മാളർ ഗ്രൂപ്പ് കൺസ്യൂമേഴ്സ്. ലാർജ് മാർക്കറ്റിനെ ചെറിയ സ്മാളർ ഗ്രൂപ്പുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് പ്രീവിയസ് ആയിട്ടുള്ള ഒരു കേരള PSCയുടെ ക്വസ്റ്റ്യൻ ആണ്. ഇനി മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഏതൊക്കെ തരത്തിലുണ്ട്? ഒന്ന് ജോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ, അതായത് നമ്മുടെ നാഷണൽ വൈസ്, സ്റ്റേറ്റ് വൈസ്, റീജിയൻ വൈസ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, സെഗ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ജോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏജ് അനുസരിച്ച്, സെക്സ് അനുസരിച്ചിട്ട്, ഫാമിലി സൈസ് അനുസരിച്ചിട്ട്, മെരിറ്റ് സ്റ്റാറ്റസ് അനുസരിച്ച്, റിലീജിയൻസ് അനുസരിച്ച്, ലാംഗ്വേജ് അനുസരിച്ച് നമ്മുടെ മാർക്കറ്റിനെ ചെറുതായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇൻകം ആൻഡ് ഓക്കുപ്പേഷൻ കംസ് അണ്ടർ വിച്ച് സെഗ്മെൻ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഡെമോഗ്രാഫിക്കാണ്. അത് കേരള PSC തന്നൊരു ഉത്തരമാണ് കേട്ടോ. അടുത്ത് വരുന്നതാണ് എക്കണോമിക് സെഗ്മെൻറ്റേഷൻ. എക്കണോമിക് സെഗ്മെൻറ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, പണം ഇല്ലേ, ഇൻകം ലെവൽ അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനാണ് എന്ന് പറയുന്നത് എക്കണോമിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനിയുണ്ട് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, അതായത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട്, നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട്, നമ്മുടെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ബിഹേവിയർ സെഗ്മെൻറ്റേഷൻ ഉണ്ട്, അതായത് നമ്മുടെ പർച്ചേസ് ഡിസിഷൻ അനുസരിച്ചിട്ട് നമ്മുടെ മാർക്കറ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത് ബിഹേവിയർ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് ആവാം, ആറ്റിറ്റ്യൂഡ് ആവാം, ആ പ്രോഡക്റ്റിനുള്ള റെസ്പോൺസ് ആവാം, ഇതിനൊക്കെ ബേസ് ചെയ്ത് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് ബിഹേവിയർ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി വോളിയം സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ബൾക്ക് ബയർ ആവാം, റെഗുലറായിട്ട് ബൈ ചെയ്യുന്ന ആൾക്കാരാവാം, സ്മാൾ ബയേഴ്സ് ആവാം, അല്ലെങ്കിൽ ഓൺ ടൈം ബയേഴ്സ് ആവാം. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് വോളിയം ബേസ്ഡ് എന്ന് പറയുന്നത്. അടുത്ത് പറയുന്ന ബെനിഫിഷ്യൽ സെഗ്മെൻറ്റേഷൻ, അതായത് നമ്മൾ നേടുന്ന ബെനിഫിറ്റിനനുസരിച്ച് നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് ബെനിഫിഷ്യൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി മൾട്ടി ആട്രിബ്യൂട്ട് സെഗ്മെൻറ്റേഷൻ ഉണ്ട്, അതായത് ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സെഗ്മെൻറ്റേഷൻ ചെയ്യുന്നതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് മൾട്ടി ആട്രിബ്യൂട്ട് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോർഷൻ ഒന്ന് നോക്കുക. ഇത് PSCയിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഉള്ളതാണ് നമ്മുടെ നോക്കിയ STD is an acronym of Segmentation Targeting Positioning. STP ആണ്. STP is acronym of Segmentation Targeting Positioning. Thank you.